രാജ്യത്ത് ഒരു വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനത്തിന് ഒരുങ്ങി കേന്ദ്ര സർക്കാർ. അതിനുള്ള നീക്കം തുടങ്ങിയതായിട്ടാണ് ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കെല്ലാം പെൻഷൻ ലഭ്യമാക്കുന്ന ഒരു സ്കീം കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിച്ചേക്കും. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. വികസിത രാജ്യങ്ങളിലെല്ലാം ഇത്തരത്തിൽ മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ നൽകുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാർക്കൊക്കെ പെൻഷൻ നൽകുന്ന രീതി. ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഏതായാലും നിലവിൽ കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമുകൾ പ്രകാരം ഈ തൊഴിലാളികൾക്കും വീട്ടുജോലി ചെയ്യുന്നവർക്കും സ്വയം തൊഴിലുകൾ, കൂലിപ്പണിക്കാർ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ, അതായത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ചിലപ്പോൾ ഇന്ന് ജോലി ഉണ്ടാകും, ചിലപ്പോൾ നാളെ ഉണ്ടാകും, അങ്ങനെ ഉള്ളവർക്ക് ഒക്കെ ഈ ഒരു നിശ്ചിത തുക നൽകിക്കൊണ്ട് ഈ പെൻഷൻ സ്കീമിൽ ഭാഗമാകാം. ഇനി ജോലിയൊന്നും ചെയ്യാത്തവർക്കും ഈ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായി മാറാനും കഴിയും. അതായത് നിശ്ചിത തുക അടയ്ക്കാൻ കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ ജോലിയൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവർ, അത്തരത്തിലുള്ളവർക്ക് കൂടി പെൻഷൻ ലഭ്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയൊരു പെൻഷൻ പദ്ധതി വന്നിരിക്കുന്നത്. സാർവത്രിക പെൻഷൻ, എല്ലാവർക്കും പെൻഷൻ എന്നുള്ള പദ്ധതിയിലേക്ക്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്ത് 30.67 കോടി അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്. നമ്മുടെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, ഒപ്പം തന്നെ ഈ കൂലിപ്പണിക്കാർ, വഴിയോര കച്ചവടക്കാർ, നിലവിൽ അവർക്കൊക്കെ പെൻഷൻ പദ്ധതികളുണ്ട്. അതിന് പുറമെ ഉള്ള മറ്റൊരു പദ്ധതിയാണ് ഇത്. ഇപ്പം നിലവിൽ അങ്ങനെയുള്ളവർക്ക്, അതായത് വഴിയോര കച്ചവടക്കാരടക്കമുള്ള അസംഘടിത മേഖലയിലുള്ളവർക്ക് 1500 രൂപ പെൻഷൻ നൽകുന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാരിന് നിലവിലുണ്ട്. അതിൻ്റെ പേര് അടൽ പെൻഷൻ യോജന എന്നാണ്. ഒപ്പം തന്നെ കർഷകർക്ക്, 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് 3000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. കിസാൻ മാൻധർ യോജന എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ അനവധി പെൻഷൻ പദ്ധതികൾ നിലവിൽ തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും പെൻഷൻ, അതായത് ഒരു നിശ്ചിത തുക ഈ പൗരന്മാർ അടയ്ക്കുകയും അതിൽ നിന്ന് പെൻഷൻ നേടുകയുമാണ്. അപ്പോൾ സ്വാഭാവികമായി പെൻഷൻ ഈ തുക അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ കാണും. അതിൻ്റെ എണ്ണം വളരെ കുറവാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ജനിച്ച് 60 വയസ്സ് വരെ ഒരു പണിക്കും പോകാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. അഥവാ അങ്ങനെ പോകാൻ കഴിയാത്തവർ മറ്റ് രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉള്ളവരായിരിക്കും. അവർക്ക് കൂടി പ്രയോജനകരമായ രീതിയിൽ പെൻഷൻ പദ്ധതി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും അത്തരത്തിലാണ്. വിദേശ രാജ്യങ്ങളിൽ ഇത് പ്രാവർത്തികമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ സ്വകാര്യ, ഗവൺമെൻറ്, മറ്റ് ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക ഈ പെൻഷൻ ഫണ്ടിലേക്ക് നൽകുകയും ആ പെൻഷൻ ഫണ്ടിൽ ലഭിക്കുന്ന തുകയാണ് ഈ പെൻഷൻ ഫണ്ടിലേക്ക് പണം നൽകാൻ കഴിയാത്ത സാധാരണപ്പെട്ടവർക്കായി പെൻഷനായി നൽകുന്നത്. മറ്റുള്ളവർ നിശ്ചിത തുക അടച്ചിട്ടാണ് ഈ പെൻഷൻ പദ്ധതി ചേരുന്നത്. ഏതായാലും ഒരു വലിയ പദ്ധതി എന്ന് തന്നെ പറയാം, എല്ലാവർക്കും പെൻഷൻ പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കണം എന്നുണ്ടെങ്കിൽ അതിന് വലിയ രീതിയിൽ തന്നെ സർക്കാരിന് ഭാഗത്തു നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു സ്രോതസ്സും സർക്കാരിനുണ്ടാകണം. അത് കണ്ടെത്തുന്നതിനായിട്ട് ഇപ്പോഴുള്ള പെൻഷൻ സ്കീമുകൾ ഉടച്ചു വാർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്. അതായത് ഒരാൾ ജോലി ചെയ്യുന്നു, അയാൾ റിട്ടയർഡ് ആകുമ്പോൾ അയാൾ അവസാനമായി വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ ബത്തകളും ഒക്കെ അടക്കമാണ് ഇപ്പോൾ പെൻഷൻ നൽകുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെല്ലാം തന്നെ വലിയ തലവേദനയും ബാധ്യതയുമായി മാറുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് സർക്കാരാണ് ഈ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷ് സർക്കാർ ഈ പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ ഇവിടെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാൻ ആളില്ലായിരുന്നു, തുച്ഛമായ വരുമാനമായിരുന്നു. അത് മാത്രവുമായിരുന്നില്ല, അന്ന് ഒരു മനുഷ്യൻ്റെ ആയുസ്സായി കണക്കാക്കിയിരുന്നത് 32 വയസ്സ് വരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറഞ്ഞ കാലയളവിൽ കുറഞ്ഞ കൂലിക്ക് അവർ ജോലി ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ നിന്ന് പോയാൽ എന്തെങ്കിലും ഒരു തുക മാസം കൊടുക്കുന്ന രീതിയിലാണ് ഈ പെൻഷൻ സമ്പ്രദായം ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. 73 വയസ്സ് വരെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ്റെ ശരാശരി ആയുസ്. മിക്കവാറും എല്ലാവരും 30-40 വർഷമൊക്കെ സർവീസ് ചെയ്യുന്നവരുമാണ്. അവർ അവസാനം വാങ്ങുന്ന സാലറിയുടെ പകുതിയാണ് പെൻഷനായി നൽകുന്നത്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യങ്ങളില്ല. കാരണം ധാരാളം പേർ ജോലി ചെയ്യാനായി എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം മാറി, ജനസംഖ്യ വർദ്ധിച്ചു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എല്ലാവരും കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്നൊരു രീതിയിലേക്ക് മാറുന്നു. അതായത് നിശ്ചിത തുക നമ്മളിടുന്നു, ബാക്കി സർക്കാർ ഇടുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പലയിടത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതി വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സർക്കാരുകളുടെ ബാധ്യത 1/3 കുറയ്ക്കാൻ കഴിയും. അങ്ങനെ എല്ലായിടത്തേക്കും എല്ലാവർക്കും ഒരു സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായി ഈ വാർത്തയുടെ താഴെ വരാൻ സാധ്യതയുള്ള കമൻറ്റുകളിൽ ഒന്ന്, ഈ നിശ്ചിത തുക മാസം അടയ്ക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. നിശ്ചിത തുക അടയ്ക്കാൻ കഴിയാത്തവർ ജനിച്ചിട്ട് 60 വയസ്സാകുന്നത് വരെ ഒരു പണിക്കും പോകാത്തവരായിരിക്കും. ആ പോകാത്തതിനൊരു കാരണമുണ്ടായിരിക്കും. ആ കാരണം വ്യക്തമായാൽ അവർക്ക് കൂടി പെൻഷൻ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഈ പെൻഷൻ സ്കീം വരുന്നത്. സ്വാഭാവികമായി വരുന്ന ഒരു പ്രധാന ചോദ്യം ഇതായിരിക്കും. അതിന് ഉള്ള മറുപടിയും ഇങ്ങനെയാണ്. അതായത് ഇവർക്കുള്ള പണം കണ്ടെത്തുന്നത് സ്വകാര്യ കമ്പനികളോ ഗവൺമെൻറ് സെക്ടറിലുള്ളവരും ഇല്ലെങ്കിൽ മറ്റ് ഉള്ളവരുമൊക്കെ ഒരു നിശ്ചിത തുക പെൻഷൻ ഫണ്ടിലേക്ക് നൽകിക്കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിൽ ഇത് നിർബന്ധമായും ചെയ്യണമെന്ന് നിയമം ഉള്ളതാണ്. അതുപോലെ ജോലി ചെയ്യുന്നവർ ഒരു നിശ്ചിത ചെറിയ ശതമാനം തുക
അടച്ചുകൊണ്ടാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകുന്നതും മുൻപോട്ട് പോകുന്നത്. നിലവിൽ അത് ഉണ്ട്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് നിലവിൽ അങ്ങനത്തെ ഒരു പെൻഷൻ സ്കീമുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് പേര് അതിൻ്റെ ഉപഭോക്താക്കളായിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് അടൽ പെൻഷൻ യോജന എന്നാണ്. അതായത് ഒരു നിത്യത്തൊഴിൽ എന്നുള്ളത് വ്യത്യസ്തമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും. അതായത് ഇന്ന് ഒരു ലേബർ പണിക്കാണ് പോകുന്നതെങ്കിൽ നാളെ മറ്റൊരു പണിക്കായിരിക്കും അവർ പോകുന്നത്. അങ്ങനെ വിവിധ അസംഘടിത മേഖലയിൽ അവർ സംഘടിതരല്ല. ഒന്ന് അവർക്ക് ഒരു നിയതമായ ഒരു ഘടന അവരുടെ ജോലിക്കില്ല. പല ജോലികൾക്കും പോകുന്നവരുണ്ട്. വഴിയോര കച്ചവടക്കാരുണ്ട്. അവരുടെ കച്ചവടത്തിൻ്റെ രൂപവും ഭാവവും ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള പെൻഷൻ സ്കീം നിലവിലുണ്ട്. അതിന് ആ ഒരു പെൻഷൻ സ്കീമിൻ്റെ മാതൃകയിൽ ഒരു നിശ്ചിത തുക എല്ലാവർക്കും ലഭ്യമാകുന്നു. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഈ ജോലി ചെയ്യുന്നവരെല്ലാം ഈ ചെറിയ തുക അടച്ച് ഈ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമാകും. ഇനി ഒരു പണിക്കും പോകാത്തവർ, അവർക്ക് പെൻഷൻ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി, ഇല്ലെങ്കിൽ ഈ പെൻഷൻ സ്കീമിൽ പണം അടയ്ക്കാത്ത ജോലി ചെയ്യുന്നവരുണ്ട്. വളരെ തുച്ഛമായ തുകയ്ക്ക് ജോലി ചെയ്യുന്നവർ, അവർക്ക് ഒരുപക്ഷെ ഈ മാസമോ മറ്റും തുക അടയ്ക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. വികസിത രാജ്യങ്ങൾ അതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.